അപ്പൊ ഞാൻ ചോദിച്ചില്ലേ കേരളത്തിൽ ഏത് ഭാഗത്തുനിന്നും വരുന്ന ഒരു കസ്റ്റമർക്ക് എനിക്ക് കാർ എടുത്ത് നല്ല ലാഭമാണ് മുതലാവില്ലേ? പിക്സലിന്റെ ഫോണുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഉണ്ടാകാവൂ. അത് മൊബിക്കോ ഒരു പ്രോഡക്റ്റിലൂടെ നമ്മുടെ 3 സമ്മാനം 3 ഗിഫ്റ്റ് കൊടുക്കും. ഈ 3 ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കണ്ണാടിയിലാണെങ്കിൽ ഗ്ലാസ് പിക്സൽ 6 ഇപ്പൊ നമ്മൾ കൊടുക്കുക 60,000 രൂപയ്ക്ക് വന്നിരുന്ന പിക്സൽ 6. ഇപ്പൊ ഇത് 6 മാസത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും 14,900. 70 റുപ്യക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മോഡലാ ഫ്രഷ്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന റേറ്റ് 18,900. Pixel 7 Pro 90 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മോഡലാ. ഇപ്പൊ നമ്മൾ ആരും ഉപയോഗിക്കാത്ത ഈ ഫ്രഷ് ഫോൺ കൊടുക്കുന്നത് വെറും 32,000 രൂപയ്ക്കാണ്. എല്ലാവരും ചോദിക്കാൻ നിങ്ങൾ ഡെമോ ബോക്സ് വെക്കലാണോ? ഡെമോ ബോക്സ് അതെ ഫോൺ വെക്കാൻ സ്ഥലമില്ല. കൊണ്ട് നോക്കി അടിയിലൊക്കെ ഫോൺ വെച്ച് എല്ലാം ഫ്രഷ് ഫോണാണ് സെക്കൻഡ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മുടെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പൊടി സ്ക്രാച്ച് ഉള്ള ഫോൺ നമ്മുടെ സെയിൽ ചെയ്യൂല. ഈ S23 ഒക്കെ നമ്മൾ വെക്കുന്ന റേറ്റ് 30 രൂപയ്ക്കാണ്. 30,000. ഇത് ലോഞ്ച് ചെയ്തപ്പോൾ വില 66 രൂപ. ഇത് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റാണ് 30,900. 7 രൂപയുടെ വ്യത്യാസം വരുന്നത്. 16 GB 512 60,000 രൂപ. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 49,900. Reno 14 ഒക്കെ പുതിയത് 40,000 രൂപക്ക് വരുന്ന ഫോണാണ്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 33,000. 42,000 രൂപയുടെ ഫോണാണ്. ഇതിപ്പോ സെക്കൻഡ് ആയി. മൊബിക്കോയുടെ റേറ്റ് 30,000 രൂപ. S25 നിങ്ങൾ ഓൺലൈൻ നോക്കിയാൽ കാണാം 81,000 റേറ്റ്. ഇപ്പൊ ബിഗ് ഇന്ത്യൻ സെയിലൊക്കെ 78,000. 78,000. അത് 3 രൂപ വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളെ റേറ്റ് എത്ര അറിയോ? എത്രയാണ്? 57,900. ഇനി സാംസങ്ങിന്റെ ഫോൾഡ് 5 ഒക്കെ ഉണ്ട്. 160 പുതിയ റേറ്റ്. ശരി, നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്ര അറിയോ? എത്രയാണ്? 64,000 രൂപ. 64,000 രൂപ. 1,00,000 രൂപ കുറച്ചോ? എന്റെ വീട്ടിൽ തേങ്ങ മൂത്തിട്ടുണ്ട്, പറിക്കാനായിട്ടുണ്ട്, ആളെ വിട്ടോന്ന് പറയും. നിങ്ങൾ നോക്കി ഇതാ ഈ കാണുന്നത് കംപ്ലീറ്റ് ടാബുകളാണ്. നമ്മൾ ടാബ് കണ്ടില്ലേ? ഞാൻ ഞെട്ടി. അതാ iPhone 17 256 കേട്ടോ. പുതിയ റേറ്റ് 83 ആണ്. 83. നമ്മൾ കൊടുക്കുന്നത് 74. ഈ വീഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഷമീർ എനിക്ക് മാർക്കറ്റ് വിലയേക്കാളും 30,000 രൂപ കുറച്ച് തന്ന ഐഫോണിനകത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. iPhone 16 Pro. ഷമീറിന്റെ പുതിയ ഷോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഷമീറിന്റെ പുതിയ ഷോപ്പിന്റെ പേരെന്താണ്? നമ്മളെ കൊടുവള്ളിയിൽ നമ്മൾ മൊബിക്കോ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശരി, ഏതാണ്ട് 20 വർഷമായി നമ്മൾ ഈ മൊബൈലിന്റെ ഫീൽഡിലുണ്ട്, മൊബൈലിന്റെ മേഖലയിലുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് മെയിനായിട്ട് 5 വർഷത്തോളം നമ്മൾ ഈ മേഖലയിലാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പം നമ്മൾ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്താണ് കൊടുവള്ളി, കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി തന്നെ എത്തിക്കഴിഞ്ഞാൽ താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിന്റെ തുടക്കത്തിലാണ് നമ്മുടെ മൊബിക്കോ എന്ന് പറഞ്ഞ സ്ഥാപനം ഉള്ളത്. ഈ മൊബിക്കോയുടെ പ്രത്യേകത എന്താണ്? മൊബിക്കോന്റെ പ്രത്യേകത നമ്മളിവിടെ ഫ്രഷ് ഫോണുകളൊക്കെ ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് വിലക്കാണ് കസ്റ്റമർ കൊടുക്കുന്നത്. അതായത് മാർക്കറ്റ് വിലയെക്കാളും ഒരുപാട് താഴ്ത്തി നല്ല റേറ്റ് വ്യത്യാസം ഉണ്ടാവും. ശരിക്കും ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിക്സലിന്റെ ഒരു ഫോൺ ഒരു കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 പീസ് അല്ലെ 4 പീസ് ഉണ്ടാവുള്ളൂ. അതിന് ഏത് വലിയ ഷോപ്പാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ ഇതിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ അപാര കളക്ഷൻ ആണ്. മൊത്തം ഏകദേശം എത്ര കാണും? കേരളത്തിൽ ഒരു മൊബൈൽ കടയിൽ കയറിയിട്ട് പിക്സലിന്റെ ഫോണുകൾ ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം ഉണ്ടാകാവൂ. അത് മൊബിക്കോ. അത്രേ ഉള്ളൂ. കാരണം 100ന്റെ മുകളിൽ പീസ് നമ്മുടെ അടുത്ത് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. അത് വെറുതെ പറയുന്നതല്ല കേട്ടോ, 100ന് മുകളിൽ പീസ് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. എല്ലാം നമ്മൾ കാണിച്ചു തരാം. അതെ. ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പിക്സൽ എന്നൊക്കെയാണെങ്കിൽ നമുക്കറിയാം പിന്നെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ജപ്പാൻ പ്രൊഡക്റ്റ് ആണ് പിക്സൽ. ഗൂഗിളിന്റെ ഫോൺ തന്നെ ആയതുകൊണ്ട് സോഫ്റ്റ്വെയർ ബഗ്ഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പൊതുവെ ഞാനൊരു പിക്സലിന്റെ ആരാധകനാണ്. കാരണം കഴിഞ്ഞ 3 വർഷത്തോളം ഞാൻ പിക്സലിന്റെ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഹെൽത്തി ആയിട്ട് നോക്കുകയാണെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത് ഹീറ്റിംഗ് ശരിക്കും കോൾ ചെയ്യുമ്പോഴാണ് വേദനകൾ കാര്യങ്ങളൊന്നും ഗൂഗിൾ പിക്സലിന്റെ ഫോണുകളില്ല. പിന്നെ അപ്ഡേഷൻ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റിൽ അപ്ഡേഷൻ കിട്ടുക പിക്സൽ ഫോണുകൾ കഴിക്കും. ആൻഡ്രോയിഡ് 16 വരെ പിക്സലിന്റെ ഫോണിൽ വന്ന് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഏറ്റവും റേറ്റ് കുറവുള്ള മോഡൽ നടക്കുകയാണെങ്കിൽ പിക്സലിന്റെ 6 60,000 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത 5G ഫോണാണ്. ഇപ്പം മൊബിക്കോയിൽ ഒരു ഗ്രാൻഡ് ഓണത്തിന്റെ ഓഫറിന് ശേഷം മൊബിക്കോ ഗ്രാൻഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈനൊക്കെ ഒരുപാട് ഓഫറുകൾ നടക്കുന്ന സമയമാണല്ലോ. അപ്പൊ ഈ ഓൺലൈൻ ഓഫർ നടക്കുന്ന റേറ്റ് പൊട്ടിച്ചിട്ടാണ് ഓൺലൈൻ റേറ്റിനെ പൊട്ടിച്ചിട്ടാണ് കൊടുക്കുന്നത്. മാർക്കറ്റ് വില അല്ല, ഓൺലൈൻ ഓഫർ നടക്കുന്ന സമയത്ത് ഉള്ള റേറ്റിനായിട്ടും പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ മൊബിക്കോയിൽ കിട്ടും. പിക്സൽ 6 ഇപ്പൊ നമ്മൾ കൊടുക്കുക 60,000 രൂപയ്ക്ക് വന്നിരുന്ന പിക്സൽ 6. ഇപ്പൊ നമ്മൾ 6 മാസത്തെ വാറണ്ടി, അതായത് പിക്സലിന്റെ ഫോണിലൊക്കെ നമ്മൾ 6 മാസത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി കമ്പനി വാറണ്ടി ഉള്ള ഫോണുകൾ അത് വേറെ ഉണ്ട് പിക്സലിൽ തന്നെ കേട്ടോ. അപ്പൊ ഇത് 6 മാസത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് വെറും 14,900. 14,900 ഗൂഗിൾ പിക്സൽ 6 5G ഫോൺ 6 മാസത്തെ വാറണ്ടി നമ്മൾ മൊബിക്കോയിൽ കൊടുക്കും. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിക്സൽ 6 ഉണ്ട്. ഇത് 70 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മോഡലാ ഫ്രഷ്. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന റേറ്റ്
18,900. 18,900 പിക്സൽ 6 കൊടുക്കും. ഓക്കെ. ഇനി പിക്സൽ 7 ഉണ്ട്. ഈ പിക്സലിന്റെ ഒക്കെ പ്രത്യേകം എന്താ പറയുക, ഒക്കെ ഇറങ്ങുന്ന സമയത്ത് 70,000 80,000 ആ റേഞ്ചിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ടാവുക. ശരി. ഇതൊക്കെ നോൺ ആക്റ്റീവ് പീസുകൾ കേട്ടോ, ആരും സിം ഇട്ട് ഉപയോഗിക്കാത്ത ഫ്രഷ് ഫോണുകളാണ്. നോൺ ആക്റ്റീവ് വരുന്ന പീസാണ് ഇതിൽ കാണുന്ന അധികവും. ചിലതൊക്കെ കുറച്ച് യൂസ് ചെയ്തുണ്ടാവും. ശരി ശരി. പല പിക്സൽ 7 ഉണ്ട്. പിക്സൽ 7 8GB 128 വരുന്ന പ്രൈസ് 21 രൂപ. അത്രേ ഉള്ളൂ. 21 രൂപ. അതായത് പുതിയത് 70 രൂപയ്ക്ക് വന്ന ഫോണാണ് 21,000 രൂപയ്ക്ക് ഫ്രഷ് ഫോൺ നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അതുപോലെ പിക്സലിന്റെ 7 256GB ഉണ്ട്. അതന്നെ 256GB ഉണ്ട് 24. ഇനി പിക്സലിന്റെ 7 Pro ഇതൊക്കെ 90 രൂപയ്ക്ക് വന്ന മോഡലാണ്. ഇതിൻ്റെയൊക്കെ നീറ്റ് നോക്കാനൊന്നുമില്ല, ഫ്രഷ് ഫോൺ, ആരും സിം ഇട്ട് ഉപയോഗിക്കാത്ത ഫ്രഷ് ഫോൺ പിക്സൽ 7 Pro. ഓക്കെ. 90 രൂപയ്ക്ക് ഇന്ത്യ ലോഞ്ച് ചെയ്ത മോഡലാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ആരും ഉപയോഗിക്കാത്ത ഈ ഫ്രഷ് ഫോൺ കൊടുക്കുന്നത് വെറും 32,000 രൂപയ്ക്കാണ്. 32,000 രൂപയ്ക്ക്. നല്ല എന്താ ഇതിന്റെ പെർഫോമൻസ് എന്ന് പറയുക, ക്യാമറക്കൊക്കെ ഐഫോണിനെ അത് ഉറപ്പായിട്ടും ഗൂഗിൾ പിക്സൽ. ശരി ശരി. അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയർ ബഗ് ഒന്നും ഇല്ലാത്ത ഫോണാണ് ഗൂഗിൾ പിക്സൽ. പിന്നെ പിക്സലിന്റെ 8 ഉണ്ട്, 8A ഉണ്ട്. ഇതൊക്കെ 29 രൂപ 30 രൂപ റേഞ്ചിലാണ് 8A ഒക്കെ വരുന്നത്. ഇവിടുത്തെ വില ശരിക്കും എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വേറെ ഒരു സ്ഥലത്തും ഈ ഒരു വിലക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോൺ കിട്ടൂല നമുക്ക് 100% തന്നെ പറയാം, ഉറപ്പാണ്. കാരണം ഇത്രയും ക്വാണ്ടിറ്റിയും ഇല്ലാന്ന് പറയാം. ഏറ്റവും ലാസ്റ്റ് വന്ന പിക്സൽ 10 ആക്ടിവേഷൻ ചെയ്തിട്ടില്ല, സിമ്മിട്ട് ഉപയോഗിച്ചിട്ടില്ല, ഫ്രഷ് ബോക്സ് പീസ് ഫോണാണ് കേട്ടോ. ഓക്കെ. 80 രൂപയാണ് ഇത് ഓൺലൈൻ വിൽക്കുന്ന റേറ്റ്. ഓക്കെ. ഫ്രഷ് പീസ് നമ്മൾ കൊടുക്കുന്നത് 70 രൂപയ്ക്ക്. 10 രൂപ 10,000 രൂപ കുറച്ചിട്ടാണ് ഈ ഒരു ഫോൺ കൊടുക്കുന്നത് കേട്ടോ. അത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ആട്ടോ. ഇതൊന്നും ഒരു ഓഫർ എവിടെ ഇല്ല തന്നെ പറയാൻ പറ്റും. അല്ല, ഈ പീസ് പോലും ചിലപ്പോൾ ഒരു ഷോപ്പിൽ കാണണമെന്ന് നിർബന്ധമില്ല, ഉണ്ടാവില്ല. പിന്നെ പിക്സൽ 9 Pro XL 1,20,20,000 രൂപയാണ് ഇതിന്റെ റേറ്റ്. ഓക്കെ. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 75 രൂപ. 75 രൂപ? അതെ. 1,20,000 ഫോൺ നമ്മൾ കൊടുക്കുന്നത് 75,000 രൂപയ്ക്ക്. അടിപൊളി. ഇങ്ങനെ പിടിച്ചിട്ട് അതുപോലെ പിക്സലിന്റെ 8 Pro നമ്മൾ പിക്സൽ എന്നാ വെച്ചപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ വേണ്ടിയിട്ട് ഏകദേശം ഒരു 100 പീസിന് മേലെ എന്തായാലും കുറഞ്ഞ മോഡൽ മാത്രം നമുക്കൊന്ന് പരിചയപ്പെടുത്തട്ടോ. പിക്സലിന്റെ 8 Pro ഇത് ഇപ്പോഴും ഓൺലൈൻ ചെക്ക് ചെയ്തിട്ടാണ് 90 രൂപ റേറ്റ് ഉണ്ട്. അതായത് സ്റ്റിക്കർ ഇതേ പൊളിച്ചിട്ടില്ല. ശരി ശരി. ഇത് നമ്മൾ ഇതിന്റെ IME ചെക്ക് ചെയ്ത് നോക്കിയാൽ നോൺ ആക്റ്റീവ് ആണ്. ഓക്കെ. ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ടാണെങ്കിൽ കിട്ടും. സിം ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, ഫ്രഷ് ഫോൺ തന്നെ. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 40 രൂപ. പകുതി പൈസക്ക് പുതിയ ഫോൺ, പിക്സലിന്റെ ഫോൺ. അടിപൊളി. ഇതൊന്നും എവിടെയും കിട്ടാത്ത പ്രൈസാണ്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ എല്ലാ GB-യും ഓരോ വേരിയന്റിൽ വരുന്ന എല്ലാ GB-യും എല്ലാ കളറും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ. ഇതിപ്പോ ബോക്സ് ഇരിക്കുന്ന പിക്സലിന്റെ തന്നെയാണല്ലോ? ആ, പിക്സലിന്റെ ബോക്സ് പീസുകളുണ്ട്. പിക്സലിന്റെ പുതിയ വന്ന 9 ഉണ്ട്, 8 Pro, 9 Pro, 9 Pro XL. ഇതൊക്കെ ഇതിന്റെ ബോക്സ് പീസുകൾ വേണമെങ്കിൽ ഇതുണ്ട്. ഓക്കെ. ഇതൊക്കെ നല്ല റേറ്റ് വ്യത്യാസത്തിലാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഒക്കെ മാർക്കറ്റ് റേറ്റ് ഒക്കെ നിങ്ങൾ പുറത്ത് അന്വേഷിച്ച് ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ഏറ്റവും കൂടുതൽ റേറ്റ് കുറവുണ്ടെങ്കിൽ മാത്രം നമ്മൾ മൊബൈൽ മേടിച്ചാൽ മതി അല്ലേ? ഇനി അവിടെ പിക്സൽ അക്കൗണ്ടറുകൾ ഫുള്ള് കണ്ടില്ലേ? ഓക്കെ. എന്താ ഇവിടേക്ക് നോക്കി, ഇവിടെ ഉണ്ട് പിക്സലിന്റെ മോഡലുകൾ. ഇതും പിക്സൽ തന്നെയാണോ? പിക്സൽ 7 60 രൂപയ്ക്ക് വന്ന മോഡലാ. നമ്മൾ വെക്കുന്ന റേറ്റ് എത്ര അറിയോ? 19,000 രൂപ. പിക്സൽ 7 19,000 രൂപയോ? പിക്സലിന് അത്രയും കൂടുതൽ കളക്ഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലും പിക്സൽ ഉണ്ട്. ഇനി ഇവിടെയൊക്കെ നോക്കുകയാണതാ, ഇതിലൊക്കെ പിക്സൽ ഉണ്ട് കേട്ടോ. ശരി 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 ശരി. എന്താ ഇവിടേക്ക് വരികയാണത്, അവിടെ പിക്സൽ കൂട്ടിയിട്ടാണ്. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞതല്ല, കേരളത്തിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കടയിൽ വന്നിട്ടാണെങ്കിൽ ഗൂഗിൾ പിക്സൽ ഇത്രയും കൂടുതൽ സ്റ്റോക്ക് എവിടെ ചെയ്യുകയാണെങ്കിൽ അത് മൊബിക്കോ കൊടുവള്ളി തന്നെയാണ്. ഓക്കെ. വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ പുറകെ ഇരിക്കുന്നെല്ലാം ബോക്സ് ആണോ അതോ ബോക്സിൽ ഫോണുണ്ടോ? അതെ, അതിലൊരു സംശയമല്ല. അതെ അതെ, ചെക്ക് ചെയ്ത് നോക്കി. പൊട്ടിക്കാത്ത ഏത് വേണമെങ്കിൽ ഞാൻ ഇപ്പൊ പൊട്ടിച്ചിട്ടില്ലല്ലേ? കണ്ണു മുമ്പ് എടുത്തരാം. എല്ലാത്തിനകത്ത് ഫോണുണ്ട്. ഫോണിലെ ബോക്സ് തന്നെ. കാലി ബോക്സ് ഇല്ല, പൊട്ടിച്ചില്ല. അതും പൊട്ടിച്ചില്ല. പിന്നെ ഫോൺ പൊട്ടിച്ചില്ലല്ലോ. എല്ലാത്തിനകത്ത് ഫോൺ ഉള്ളത് തന്നെയാണ്. അല്ല, സാറിന് ഇങ്ങനെ ഡിസ്പ്ലേ വെക്കാറുണ്ടോ? ഓടി ചോദിച്ചതാണ്. എല്ലാവരും ചോദിക്കാൻ നിങ്ങൾ ഡെമോ ബോക്സ് വെക്കലാണോ? ഡെമോ ബോക്സ്. അതെ അതെ. ഫോൺ വെക്കാൻ സ്ഥലം കൊണ്ട് നോക്കി അടിയിലൊക്കെ ഫോൺ വെച്ചാ അവിടെ ഐഫോണൊക്കെ നേരത്തെ വെച്ചാട്ടോ. പിന്നെ വേറെ സാധനം എനിക്ക് പറയണ്ട, ഒരു കുഞ്ഞ ഫോൺ ഉണ്ട്. നമ്മളത്തെ ക്വാണ്ടിറ്റി ഒരുപാട് വിറ്റ സാധനം കേട്ടോ. അതെ. ഇത് മറ്റേ ഐഫോണിനെക്കാളും വീഡിയോ ക്ലാരിറ്റി ഉള്ള ഫോൺ. S25 അൾട്രനേറ്റ് ക്യാമറ ക്വാളിറ്റി ഉള്ള ബൽമോഡ എന്ന് പറഞ്ഞ ഫോൺ. ഓക്കെ ഓക്കെ. ഇതിപ്പോ നമ്മുടെ അവൈലബിൾ ആണോ? ആ, നമ്മുടെ അടുത്തുണ്ട്. ഇതൊക്കെ നമ്മൾ 12,500 വിറ്റിരുന്നത്. നമ്മൾ മുമ്പത്തെ വീട്ടിലൊക്കെ 12,500 വിറ്റിട്ട് ഇപ്പൊ എത്ര കൊടുക്കും? 10,500. അതായത് മൊബിക്കോയിൽ ഇപ്പൊ ഗ്രാൻഡ് ഫെസ്റ്റിവൽ സെയിൽ നടക്കും. അപ്പൊ 12,500 നമ്മൾ മുമ്പേ വിറ്റിരുന്ന നമ്മുടെ ബാൽമുട നല്ല കുഞ്ഞ ഫോൺ. എത്ര ക്വാണ്ടിറ്റി ഇട്ടിരിക്കുന്ന അറിയാം നമ്മള്. ഇതൊക്കെ നമ്മളടുത്ത് ഒരുപാട് പീസ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇപ്പോഴും നമ്മൾ ഭയങ്കര വീഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അന്യ ക്വാളിറ്റി അല്ലേ? ക്യാമറ ഒരു രക്ഷയില്ലാത്ത ക്യാമറ. S25 അൾട്രനാറ്റിയും അത് S25 അൾട്ര. ഇതിന് ശരിക്കും ഇതിന്റെ പരസ്യം തന്നെ എനിക്കൊന്നും അങ്ങനെയാണെന്ന് തോന്നുന്നു ആൾക്കാർ പറഞ്ഞു പിടിപ്പിക്കുന്നത്. അത്രയും ക്വാണ്ടിറ്റി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് S25 അൾട്ര എന്ന് പറഞ്ഞാൽ 1,40,000 കൊടുക്കണം വാങ്ങിക്കാനുണ്ട്. അതേ ക്വാളിറ്റി അതേ ക്യാമറ കിട്ടുക വെറും
10,500. 10,500 അല്ലേ? അടിപൊളി ക്യാമറ. ജസ്റ്റ് ഒന്ന് വേണേ നമുക്ക് കാണണം കേട്ടോ. നമ്മൾ S23 അൾട്രൻ്റെ ഫോട്ടോ ഒന്ന് ഇതിലെടുത്തതാ. കണ്ടോ ക്യാമറയുടെ ക്ലാരിറ്റി? നല്ല അടിപൊളി ക്യാമറ ക്ലാരിറ്റി ഉള്ള ഫോണാണ് നമ്മുടെ. നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി വെക്കുന്നുണ്ട്. ഇഷ്ടം പോലെ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അതെ അല്ലേ? അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട്. നല്ല സ്റ്റോക്ക്, ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ് ഇവിടെ ഫ്രഷ് ബോക്സ് ഓപ്പൺ ചെയ്ത് മാത്രമല്ല സെക്കൻഡ് ഫോണുകളും ഉണ്ട്. ഓക്കെ. എല്ലാവരും വിചാരം ഫുള്ള് ബോക്സ് ഓപ്പൺ ചെയ്ത്. അതെ, എല്ലാവരും ഞാനും അങ്ങനെ കരുതിയിരുന്നത് ഫുള്ള് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണ് എനിക്കല്ല. സെക്കൻഡ് ഫോണുകൾ എന്ന് പറഞ്ഞാൽ ഒക്കെ 6 മാസം ഗ്യാരണ്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗൂഗിൾ പിക്സൽ ഫോൺ കണ്ടതിന് ശേഷം നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറിയിൽ അടുത്തൊരു മോഡലാണ് സാംസങ്ങിന്റെ എസ് സീരീസ്. ഭയങ്കര എൻക്വയറിയുള്ള സാധനമാണ്. അതെ, അതിന്റെ എല്ലാ മോഡലും സാംസങ്ങിന്റെ S22, S23, S24, 24 FE. ഓക്കെ, ഇതെല്ലാം ഉണ്ടോ? പക്ഷെ നമുക്ക് അറിയേണ്ടത്, അല്ലെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ടതിന്റെ വിലയാണ്. എത്ര കുറച്ച് കൊടുക്കും, എത്ര പൊട്ടിച്ചു കൊടുക്കും, അതാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യം നമ്മളെ ഫോണിന്റെ നീറ്റ് ഒന്ന് കാണിച്ചത്. ഇതൊക്കെ സെക്കൻഡ് ആണെന്ന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണ കുറച്ച് പണിയുണ്ടാവും. എല്ലാവരും ഫ്രഷ് ഫോൺ അല്ല സെക്കൻഡ് ഫോൺ ഫ്രഷ് ആണെന്നാണ് കൊടുത്തു. അതെ, പറ്റിക്കും. പക്ഷെ നമ്മള് ഫ്രഷ് ഫോണ് സെക്കൻഡ് ആണ്, ഫ്രഷ് ഫോണാണ് സെക്കൻഡ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമ്മുടെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പൊടി സ്ക്രാച്ച് ഉള്ള ഫോൺ നമ്മളോട് സെയിൽ ചെയ്യില്ല. 100% നീറ്റ് ഉള്ള സർവീസ് ഒന്നും ചെയ്യാത്ത റിപ്പയറിംഗ് ചെയ്ത ഫോൺ ഇവിടെ സെയിൽ ചെയ്യൂല എന്ന് പറഞ്ഞാൽ ചെയ്യൂല. അതേപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഇപ്പോൾ കസ്റ്റമർ എടുത്ത് ഇപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ സെയിൽ ഉണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ അടുത്ത മാസം ഒക്ടോബർ 10 സ്റ്റാർട്ട് ചെയ്യാം, ലോഞ്ച് ആവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി എല്ലാം നമുക്കുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആ സമയത്ത് വരും. ഇപ്പം നമുക്ക് ഓൾ ഇന്ത്യ സെയിൽ ഉണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വീഡിയോ കണ്ടെടുത്ത് നമ്മളെ കസ്റ്റമർ കെയർ നമ്പർ ഇതിൽ കൊടുക്കാം. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പരാതി പറയാതെ മെസ്സേജ് അയച്ചാൽ മതി. കാരണം നമ്മുടെ എല്ലാ വീഡിയോയിലുള്ള ഒരു പരാതിയാണ്. ഇപ്പം നമുക്ക് IVR സിസ്റ്റം ആയിട്ടില്ല, ഒറ്റ നമ്പർ ആയിട്ടുള്ള അതിലേക്ക് വിളിച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് റിപ്ലൈ കിട്ടും. അപ്പോൾ ഈ S23 ഒക്കെ നമ്മൾ വിൽക്കുന്ന റേറ്റ് 30 രൂപ. 30,000. ഇത് ലോഞ്ച് ചെയ്തപ്പോൾ വില 66 രൂപയ്ക്ക് വന്ന ഫോണാണ്. പകുതിയിലും താഴെ 30 രൂപയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അതേപോലെ സാംസങ്ങിന്റെ S24 FE ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഏതാണ്ട് സെക്കൻഡ് ആണെങ്കിലും 10 മാസത്തിന്റെ മുകളിൽ കമ്പനി വാറണ്ടിയുള്ള കമ്പനി ഡെമോ വെച്ച പീസായിരിക്കും. സിമ്മിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 29,900. വന്നപ്പോൾ ഉള്ള വില 70 രൂപ. 70 രൂപയുടെ സാധനം 29 രൂപ. 29,900 നമുക്ക് ഫ്രഷ് ഫോൺ തന്നെ, നമ്മളെ ഭാഷയിൽ ഫ്രഷ് ഫോൺ തന്നെ കൊടുക്കാൻ പറ്റും. അതായത് ഇതെല്ലാം പകുതിയിൽ താഴെ വിലയാണ്. അതെ, സീരീസ് ഒക്കെ നല്ല റേറ്റ് വ്യത്യാസത്തിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി ഞാൻ ഏറ്റവും ലേറ്റസ്റ്റിന്റെ റേറ്റ് വേറെ കാണിച്ചു തരാം. അപ്പോൾ S22, 23, 23 FE അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ മോഡൽസും ഇപ്പം നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട്. ശരി, ഇനി നമ്മൾ ഇപ്പോൾ ഈ ഓണത്തിനേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് കമ്പനി ഇറക്കിയ ഫോണാണ് വിവോന്റെ V സീരീസ് V60. ഇതാ ഇങ്ങനെ ഇഷ്ടം പോലെ കുന്നുകൂട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ വിവോന്റെ V60 മോഡലുകൾ. ഇതിന്റെ 8GB 128 പുതിയ റേറ്റ് വരുന്നത് 37 രൂപ. പുതിയത് 37 രൂപ. സീൽഡ് പൊട്ടിച്ചിട്ടില്ല, ഫ്രഷ് ഫോൺ. ഇത് പൊട്ടിച്ചാല് ഷമീർ ഇത് പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്ന റേറ്റാണ് 30,900. 7 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. 30,900 നമ്മൾ എന്ത് ചെയ്യും, ഇത് പൊട്ടിച്ചിട്ട് വേണ്ട സെക്കൻഡ് ആക്കി കൊടുക്കും. ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ എവിടെ അന്വേഷിക്കുക, എന്നിട്ട് പ്രമുഖ ഷോപ്പിൽ ഓൺലൈൻ ഒക്കെ അന്വേഷിക്കട്ടെ. അതായത് കേരളത്തിലുള്ള ഏത് പ്രമുഖ ഷോപ്പുകളിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എവിടെ അന്വേഷിച്ചിട്ട് ഉറപ്പായിട്ടും 5,000 രൂപ വ്യത്യാസം ഉണ്ടാവും. 5,000 രൂപന്റെ കുറവ് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് മുമ്പിലേക്ക് വന്നോളി. നമ്മൾ ഇതിന്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഗിഫ്റ്റ് സർപ്രൈസ് അവിടെ കിടക്കട്ടെ, നമ്മൾ അടുത്തുമ്പോ പറയാം. അതുപോലെ തന്നെ ഇതിന്റെ 8GB 256 ഉണ്ട്. നമ്മൾ വിൽക്കുന്ന റേറ്റ് 32,900. 39 32,900. ശരി. ഈ 12 256 ഉണ്ട് 41 റുപ്യാണ് വരുന്ന റേറ്റ്. നമ്മൾ വിൽക്കുന്ന റേറ്റ് 36,900. ഇനി ഇതിന്റെ തന്നെ 16GB 512 ഉണ്ട്. 46 പുതിയ റേറ്റ് വരുന്നത്. നമ്മൾ കൊടുക്കുന്നത് 39,000 രൂപ. 38,900 നമ്മൾ കൊടുക്കാം. ശരിക്കും ഈ വാക്ക് ഭയങ്കര ഫേമസ് ആണ്, പൊട്ടിച്ചു കൊടുക്കുന്നത്. അതായത് വില പൊട്ടിച്ചു കൊടുക്കുന്നത്. ശരിക്കും പറയാം, ബോക്സ് പൊട്ടിച്ചു കൊടുക്കുന്നതിന് വില പൊട്ടിച്ചു കൊടുക്കുന്നു പറയേണ്ടത്. ശരിക്കും പറയാം, വിലയും ബോക്സും എല്ലാം പൊട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ വിവോയിലേക്ക് പോവുകയാണെങ്കിൽ വിവോയിലേക്ക് ഈ ഓണത്തിലേക്ക് വന്ന ഏറ്റവും മോഡലാണ് വിവോ X20 FE. ഇത് പൊട്ടിച്ച് നമ്മളെ കൈ കിട്ടി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത് തകർക്കുന്നു. FE കാരണം ഒരു ക്യൂട്ട് ഫോണാണ്. 6500 mAh ബാറ്ററി ഉണ്ട്. നല്ല അടിപൊളി ക്യാമറയാണ്. മെയിനായിട്ട് ഇതിന്റെ വലുപ്പമാണ്. സാംസങ് S സീരീസിന്റെ ആ സൈസ് ഇതിനുള്ളത്. ഇതിന്റെ റേറ്റ് വരുന്നത് പുതിയത് 60,000 രൂപയാണ്. പുതിയ 60,000 രൂപ. നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്നത് എത്ര രൂപ? 16GB 512 60,000 രൂപ. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 49,900. 49,900. 10,000 രൂപയുടെ മേലെ വ്യത്യാസം. 10,000 രൂപ. അപ്പൊ ഞാൻ ചോദിച്ചില്ലേ, കേരളത്തിൽ ഏത് ഭാഗത്തുനിന്നും വരുന്ന ഒരു കസ്റ്റമർക്ക്
ഇനി കാർ എടുത്ത് വന്നാൽ ലാഭമാണ്. മുതലാവില്ലേ? അതെ, ഞാൻ കാറിൽ വന്ന് ഐഫോൺ മേടിച്ചാണ്. അതെ, കാറിൽ വന്ന് കായംകുളത്തുനിന്ന് കാറിൽ കോഴിക്കോട് വന്ന് ഐഫോൺ മേടിച്ചാണ് ഷമീറിന്റെ അടുത്തുനിന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ 30,000 രൂപയുടെ ലാഭമാണ് എനിക്ക്. അതുപോലെ X20 FE 12 GB 256. പുതിയ റേറ്റ് വരുന്നത് 55,000. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 44,900. 44,900. അതും 10,000 രൂപ വ്യത്യാസം. ഇനി വിവോന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറയിൽ ഏറ്റവും നല്ല അടിപൊളി ഫോണാണ് വിവോന്റെ X200 Pro. ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ അത് എല്ലാവരും മേടിക്കുന്നത് സജസ്റ്റ് ചെയ്യുന്ന ഫോണാണ്. അതെ, ഇന്ത്യയിൽ ഇറങ്ങി വിദേശ രാജ്യത്തേക്ക് പോയ ഒരു ഫോണാണ് X200 Pro. ഇന്ത്യൻ മാർക്കറ്റിൽ വിവോ ഇറക്കിയിട്ട് ഇപ്പോൾ വിദേശ രാജ്യത്ത് ഈ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ക്യാമറ അത്രയും നല്ല ക്ലാരിറ്റിയാണ്, നല്ല ബാറ്ററി ബാക്കപ്പ് ആണ്. 95,000 ഇതിന്റെ റേറ്റ്. മാർക്കറ്റിൽ വന്ന വില മാർക്കറ്റിൽ ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന റേറ്റ്, വന്ന വില അല്ല, ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്ന വില 95,000 രൂപ. പ്രമുഖ സ്ഥാപനങ്ങൾ ഓൺലൈനിൽ വിൽക്കുന്ന റേറ്റ് ആണ് 95,000. മൊബിക്കോ വിൽക്കുന്ന റേറ്റ് എത്രയാണ്? 74,900. 74,900. 20 രൂപയുടെ വ്യത്യാസം. 20,000 രൂപ കുറച്ചിട്ട് നമുക്ക് ഈ ഫ്രഷ് ഫോൺ നമുക്ക് കസ്റ്റമർ കൊടുക്കാം. 20,000 രൂപയുടെ വ്യത്യാസത്തിൽ. ഇതൊക്കെ വെറുതെ പറയുന്നല്ലേ, ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ഇതെല്ലാം ഫോണുള്ള ബോക്സ് തന്നെയല്ലോ. ആരും ചോദ്യം പ്രസക്തിയില്ല, കാരണം ഫോണുകൾ വെച്ച് കാണുന്നില്ലേ. അതെ, മൊബിക്കോയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഉണ്ട്, എല്ലാത്രയും സ്റ്റോക്ക് ഉണ്ട്. അതാണ് ഇനിയിപ്പോ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് ജസ്റ്റ് സീറ്റ് ഇട്ടേക്ക്. ഈ കവറിന് പുറത്തിട്ടുണ്ടാവില്ല, ജസ്റ്റ് സീൽഡ് കട്ട് വെച്ചിട്ടുണ്ടാവും. കട്ട് ചെയ്യാത്തതാണ് അങ്ങനെ കട്ട് ചെയ്യാൻ നമ്മൾ തരും. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് കട്ട് ചെയ്താണ്, അത്രേ ഉള്ളൂ. അപ്പൊ വിവോന്റെ ആ സീരീസ് ഇനി നമ്മൾ ദീർഘിക്കേണ്ട റെനോന്റെ സീരീസ്, റെനോ സീരീസ്, അതായത് മാർക്കറ്റിൽ ഇറങ്ങുന്ന പുതിയ മോഡലുകൾ എല്ലാം നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് സെക്കൻഡ് ആക്കി വെക്കും. ഇനി ഇറങ്ങാത്ത മോഡലൊക്കെ അതിന്റെ ഡെമോ പീസോ അല്ല അതിന്റെ യൂസ്ഡ് ഫോണുകളാണ് ഇവിടെ സെയിൽ ചെയ്യേണ്ടത്. റെനോ 14 ഒക്കെ പുതിയത് 40,000 രൂപക്ക് വരുന്ന ഫോണാണ്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 33,000 രൂപ. അതായത് ബോക്സ് ജസ്റ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് 33,000 രൂപയ്ക്ക് 1 ഇയർ വാറന്റി നമ്മൾ കസ്റ്റമർ കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒക്കെ വാറന്റി മൊബിക്കോ വാറന്റി അല്ല, നിങ്ങൾക്ക് ഫ്രഷ് ഫോൺ എവിടെ നിന്ന് വാങ്ങിച്ചാലും കമ്പനി വാറന്റിയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫോണിന്റെ ഒക്കെ വാറന്റി കമ്പനി വാറന്റി ഉണ്ടാവുക. ചിലർക്ക് സംശയം ഉണ്ടാവും, ഗൾഫിൽ നിന്ന് വന്ന സാധനമാണോ ഇന്ത്യൻ സാധനം തന്നെയാണോ എന്നൊക്കെയുള്ള സംശയം. കമ്പനി വാറന്റിയിൽ കൊടുക്കാം. കമ്പനി വാറന്റിയാണ്. റെനോ സീരീസ് എല്ലാ മോഡലും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഓപ്പോ റെനോ എല്ലാ സീരീസും 11, 14 എല്ലാ. ഇന്നലെ മെനിയാന്ന് ഇറങ്ങിയ മോഡൽ ഓപ്പോന്റെ F31 Pro Plus എന്ന മോഡൽ. ഇത് 12 GB 256, 35,000 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 31,900. 31,900. മെനിഞ്ഞാന്ന് ലോഞ്ച് ചെയ്ത ഫോണ് ഏകദേശം ഒരു 3,500-4,000 രൂപ വ്യത്യാസം. 3,500 വ്യത്യാസം എല്ലാത്തിന്റെ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇനി നിങ്ങൾ വിദേശത്ത് മാത്രം കാണുന്ന ഇന്ത്യയിൽ കാണാത്തൊരു മോഡലാണ് റെഡ് മാജിക് എന്ന മോഡൽ. റെഡ് മാജിക് പക്ക ഗെയിമിംഗ് ഫോണാണ്. നല്ല ഗെയിം പ്രാന്തന്മാർക്കുള്ള അടിപൊളി ഗെയിമിംഗ് ഫോണാണ്. അത് 50,000 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. 50,000 രൂപ വില വരുന്ന ഫോണാണ്. ആരും ഉപയോഗിച്ചിട്ടില്ല, കവർ പൊട്ടിച്ചിട്ടില്ല. മൊബിക്കോൺ റേറ്റ് എത്രയാണ്? 29,900. 29,900. 50,000 രൂപയുടെ ഫോൺ ഏകദേശം 29,900. അതായത് നല്ല 20 രൂപ ഗെയിമിംഗ് പ്രാന്തന്മാരുണ്ടെങ്കിൽ നേരെ പോകുന്നോളി ഇങ്ങ് പോന്നേക്കല്ലേ. നമ്മളടുത്ത് ഒരു 3 പീസ് ഇപ്പൊ നിലവിൽ 3 പീസ് സ്റ്റോക്ക് ഉണ്ട്. അതായത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാത്ത ഫോണാണ്. ഇന്ത്യയിൽ കിട്ടാത്ത, ഇന്ത്യൻ ഓൺലൈൻ വരെ വാങ്ങിക്കാൻ കിട്ടാത്ത ഫോണാണ്. ഇനി നമുക്ക് സാംസങ്ങിന്റെ S സീരീസിലേക്കൊക്കെ വരികയാണെങ്കിൽ A56, അതുപോലെ തന്നെ A36 ഒക്കെ ഉണ്ട്. A36 ഒക്കെ 35,000 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്ര അറിയോ? എത്രയാണ്? 26. അതെ, 9,000 രൂപ വ്യത്യാസം. ഇനി സാംസങ്ങിന്റെ A56 42,000, 40,000 റേറ്റ് വരുന്നത്. കൊടുക്കുന്ന റേറ്റ് എത്ര അറിയോ? 30,000 രൂപ. 30,000, 12,000 രൂപ വ്യത്യാസം. ഇതിന് പൊട്ടിച്ച് കാണിച്ചു എങ്ങനെ? ഫ്രഷ് ഫോണ്, ഫ്രഷ് സീൽഡായിട്ട് കട്ട് ചെയ്ത്. സെക്കൻഡായി. ഇതെനി ഈ സാധനം ഇവിടെ ഫിറ്റ് ചെയ്യാൻ കഴിയൂല, ഇനി തൊട്ട് ചെയ്യാൻ പറ്റത്തില്ല. 42,000 രൂപ ഫോണാണ്. ഇതിപ്പോ സെക്കൻഡായി. മൊബിക്കോയുടെ റേറ്റ് 30,000 രൂപ. 40,000, 30,000 ബോക്സ് പൊട്ടിച്ച് 30,000 രൂപയാക്കി. കുറച്ച് ഇങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ആക്കി ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. ഇനി സാംസങ്ങിന്റെ S സീരീസ് ബോക്സ് പീസ്, നമ്മുടെ ഒരുപാട് കാലി ഫോണുകളുണ്ട്. ഇനി ബോക്സ് പീസ് ഇതൊക്കെ ബോക്സ് പീസുകൾ കിടക്കുന്നത്. സാംസങ്ങിന്റെ S സീരീസ് നോക്കി ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അതിൽ ഞാൻ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പോകുന്നത് സാംസങ്ങിന്റെ S25 ആണ്. ഇപ്പം മാർക്കറ്റിൽ ഏറ്റവും ട്രെൻഡിങ് S25. നിങ്ങൾ ഓൺലൈൻ നോക്കിയാൽ കാണാം 81,000 റേറ്റ്. ഇപ്പൊ ബിഗ് ഇന്ത്യൻ സെയിലൊക്കെ 78,000 ആണ്. 78,000. അത് 3 രൂപ വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളെ റേറ്റ് എത്ര അറിയോ? എത്രയാണ്? 57,900. ഒന്നുകൂടെ. S25 റേറ്റ് 57,900. 57,900. അതായത് 81 റുപ്യന്റെ ഫോൺ റേറ്റ് 57,900. മോഡലിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ സാംസങ്ങിന്റെ S25 റേറ്റ് ആണ് വരുന്നത് 57,900. റേറ്റ് നിങ്ങൾ എവിടെ അന്വേഷിച്ച് നോക്കി
നല്ല വ്യത്യാസം കൊണ്ട് പോരി, അല്ലാണ്ട് ഇപ്പൊ ഇത് കൂടുതൽ എന്താ പറയാ. ഇനി ഈ പറഞ്ഞാണ് കാർ പിടിച്ചു വന്നാൽ ലാഭമാണ്. ഇനി S25 Ultra. ഓക്കെ, ഇപ്പോൾ ഓഫറിൽ വെക്കുന്ന റേറ്റ് 1.28. 1.28 അല്ല 1.18. 1.18 1.40 ആയിരുന്നു. ഇപ്പോൾ ഓഫറിൽ വെക്കുന്ന റേറ്റ് ആണ് 1.18. 1.18 ഓൺലൈൻ 1.20, 22 ഒക്കെ റേറ്റ് കാണിക്കുന്നത്. നമ്മുടെ റേറ്റ് എത്ര അറിയോ? എത്രയാണ്? 90,000 രൂപ. 90,000 രൂപ. S25 Ultra 1.18 ഫോൺ 90,000 രൂപ. S24 Ultra പുതിയ 1 ലക്ഷം രൂപ കൊടുക്കണം. അതിനാണ് റേറ്റ് കുറച്ചിട്ടാണ് S25 Ultra നമ്മൾ 90 രൂപ കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ S25 ഇല്ലേ, S24 എന്ന റേറ്റ് പുതിയ 60 രൂപേൻ്റെ മുകളിൽ. അതാണ് S25. നമ്മൾ അതിനാണ് കുറച്ച് 57,900 കൊടുക്കുന്നത്. ശരി ശരി ശരി. അപ്പോൾ S25 പ്ലസ് ഒക്കെ ഉണ്ട്, ഏതാണ്ട് 1 ലക്ഷം രൂപ അടുത്ത് വരുന്ന S25 പ്ലസ്. അത് നമ്മൾ എത്രയൊക്കെയാണ് കൊടുക്കുന്നത്? S25 പ്ലസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് S25 പ്ലസ് നമ്മളെ റേറ്റ് 66 രൂപ. 66 രൂപ. സീൽഡ് പൊട്ടിച്ച് ഉണ്ടാവില്ല. ഓക്കെ, മാർക്കറ്റ് വില 90 രൂപ. 90 രൂപ. അത് കൊടുക്കുന്നത് 66 രൂപ. 66,000 രൂപ. അതെ. ഇങ്ങനെ സാംസങ്ങിന്റെ S series ഒരുപാട് ലോഡ് ഉണ്ട്. ഇനി സാംസങ്ങിന്റെ ഫോൾഡ് 5 ഒക്കെ ഉണ്ട്. 1.60 ആണ് പുതിയ റേറ്റ്. ശരി, നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്ര അറിയോ? എത്രയാണ്? 64,000 രൂപ. 64,000 രൂപ. 1 ലക്ഷം രൂപ കുറച്ചോ? 1,60,000 ആണ് പുതിയ റേറ്റ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ഫോൾഡ് 6ഉം 7ഉം ഇറങ്ങിയിട്ടുണ്ട്. ശരി. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഓൺലൈൻ നോക്കി കഴിഞ്ഞാൽ ഫോൾഡ് 5ന്റെ റേറ്റ് 1,60,000. ഓക്കെ, അത് 1 ലക്ഷം രൂപ കുറച്ച് വെറും 64,000 രൂപയൊക്കെ നമുക്ക് ഫോൾഡ് 5 കൊടുക്കാം. 2 പീസ് നമ്മൾക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. 2 പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. അതിന് വരേണ്ടത് കൊടുവള്ളി ബോബിക്കോ തന്നെ വരണം. ഇനി പറഞ്ഞ മോഡലൊക്കെ ഇനി ഇൻ കേസ് ഇവർ വന്നിട്ട് ഇവിടെ ഇല്ലെങ്കിൽ, സ്റ്റോക്ക് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ, ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ സമയം കൊണ്ട് പരമാവധി നമ്മൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കും. സാധാരണ ആൾക്കാർ പറയുന്നതാണ് ഈ ഓഫറിൽ പറഞ്ഞിട്ട് ആ സാധനം ആൾക്കാർ വരുമ്പോൾ ഇല്ലാന്ന് പറയുന്നത്. ഇല്ല, തീർന്നു പോയി എന്ന് പറയുന്ന പരിപാടി. അങ്ങനെ നിങ്ങൾ തീർന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പരമാവധി എത്തിക്കാൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ 24 മണിക്കൂറിൽ നമുക്ക് അവരെ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. അടിപൊളി. ഈ പറഞ്ഞ ഓഫറിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് തീർന്നു പോയി എന്നുള്ള പരിപാടി ഇല്ല. അതെ, പറഞ്ഞ സാധനം കൊടുത്തില്ല. എന്തെങ്കിലും കുറച്ച് മോഡൽസ് കാണിച്ചിട്ട് ആളുകൾ വിളിച്ച് വരുത്തിയിട്ട് വേറെ ഏതെങ്കിലും മോഡൽ കൊടുക്കുക, അതെല്ലാം നമ്മൾ ചെയ്യും. നമ്മൾ പറയുന്ന മോഡൽ നമ്മൾ കൊടുക്കാം, പരമാവധി നമ്മൾ ശ്രമിക്കും. പറ്റാത്തുണ്ടെങ്കിൽ നമ്മൾ അവരെ വീട്ടിലേക്ക് നമ്മൾ സാധനം വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. 24 ഹവേഴ്സിൽ വീട്ടിലെത്തിച്ചു കൊടുക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇതാ യൂസ്ഡ് ഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് തീരൂല. അതെ അതെ, തീരില്ല, ഒരു വീഡിയോയിൽ തീരില്ല. ഫോണുകൾ തീരുന്നുണ്ട്. പിന്നെ സാംസങ്ങിലൊക്കെ നോക്കുകയാണെങ്കിൽ ബേസ് മോഡൽ എല്ലാവരും ചോദിക്കും വലിയ മോഡലിന് മാത്രമാണ് ഓഫർ. അതെ അതെ അതെ. സാംസങ്ങിന്റെ A7 ഇത് ഞങ്ങളുണ്ടല്ലോ, കമ്പനി ഇറക്കണതിന് 2 ദിവസം മുമ്പ് ഇവിടെ പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് പ്രശ്നം വന്ന കേസാ. കമ്പനി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് 2 ദിവസം മുമ്പ് നമ്മളിവിടെ വിറ്റു. അതിന് ഇപ്പൊ നമ്മള് നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു അവസ്ഥയൊക്കെ പോയിട്ടുണ്ട്. ശരി ശരി ശരി. ഇത് എങ്ങനെയാണ് വില വരുന്നത്? ഇതിന്റെ പുതിയ റേറ്റ് വരുന്നത് 23,500. ഓക്കെ, ബേസ് മോഡൽ ഫോണാണ്. ഇവിടെ കൊടുക്കുന്ന റേറ്റ് 8GB 256. റേറ്റ് പറയുമ്പോൾ അതിന്റെ ജിബിയും കൂടെ നോക്കണം. അതെ അതെ, സത്യമാണ്. അത് സാധാരണപ്പെട്ടവർക്ക് അറിയോ, ഒരു മോഡൽ പറയുമ്പോൾ S&T എന്ന് പറയുമ്പോൾ 23,500 പറയുമ്പോൾ അവരെന്ത് ചെയ്യും, വേഗം ഓൺലൈൻ കയറി ചെക്ക് ചെയ്യും. ഇതിന്റെ 6GB 128 പുതിയ 19 രൂപയുള്ളൂ. ഓ ശരി ശരി. അപ്പൊ പറയൂ എന്താ അവര് റേറ്റ്? അപ്പൊ അതാ പറയും, ഞാൻ GB പറയുന്നതുകൊണ്ട് അറിയാം. ഓരോ മോഡലിലും 3-4 GB ഉണ്ട്, 3-4 പ്രൈസ് വയ്ക്കും. ഇത് 23,500 ആണ്. നിങ്ങൾ ഓൺലൈൻ ചെക്ക് ചെയ്താൽ 23,500 ആണ്. നമ്മൾ കൊടുക്കുന്നത് 21 രൂപയ്ക്ക്. 21 രൂപയ്ക്ക് 2,500 രൂപ ബേസ് മോഡൽ ഫോണിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. അതിപ്പോൾ നോക്കുന്ന റിയൽമിന്റെ കമ്പനിയിൽ ഒക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങുന്നതിന്റെ എല്ലാത്തിനും നമ്മൾ ജസ്റ്റ് ബോക്സ് ഓപ്പൺ പീസ് നമ്മുടെ കയ്യിലുണ്ടാവും എപ്പോഴും. ഇപ്പൊ ഏതാണ്ട് നമ്മൾ ഇവിടെ ഒരു ഇതൊക്കെ ഓടിച്ച് നമ്മൾ കാണിച്ചു തന്നിട്ട്. അതെ അതെ. ഇനി എനിക്ക് അറിയേണ്ട വേറെ സംഭവം എന്താ അറിയോ? ഇനി ജസ്റ്റ് അവിടെ കൂടി ഒന്ന് പരിചയപ്പെടുത്തി നമുക്ക് വേറെ ലോകത്തിലേക്ക് നമ്മൾ പോവാം. അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ S24 Ultra, 23 Ultra, 25 Ultra ഇതൊക്കെ ജസ്റ്റ് 10 മാസം 8 മാസം വാറണ്ടി ബാക്കിയുള്ള ഫോണുകളാട്ടോ. അതുപോലെ ഫ്ലിപ്പ്, മോട്ടോറിന്റെ ഫ്ലിപ്പ്, സാംസങ്ങിന്റെ ഫ്ലിപ്പ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഒക്കെ പ്രീമിയം മോഡലുകൾ മാത്രമാണ് അവിടെ കാണുന്നത് കേട്ടോ. ശരി, ഇതെന്താണ്? ഇനി ഇതിലേക്ക് വരാം. ഇതെന്താണ് അതറിയാം? ഇത് നോക്കുകയാണെങ്കിൽ കുത്തമ്പിനാന്റെ ഹൈറ്റില് ഇവിടെ നല്ല ഹൈറ്റിൽ സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓരോ പർച്ചേസിന്റെ കൂടെ നമ്മൾ കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്രയും ഓഫറിൽ സാധനം കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഓർമ്മ ഓരോ പർച്ചേസിന്റെ കൂടെ 1 അല്ല 2 അല്ല 3 ഗിഫ്റ്റ് ആണ്. ഇത് ചുമ്മാ ഒരു ഗിഫ്റ്റ് ആണെങ്കിലോ, അതായത് ഇപ്പൊ നമുക്കിപ്പോ എന്ത് സാധനം വേണമെങ്കിലും കളർ പേപ്പറിനകത്ത് പോയി കൊടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം. ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടിയതിനെക്കാട്ടും വാല്യൂ ഉള്ള ഒരു ഗിഫ്റ്റ് ആയിരിക്കും ഇത്. അതിപ്പോ അതല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഗ്ലാസ്സിലിട്ട് ഇറങ്ങിയോളി. ഈ ജില്ലിൽ എറിഞ്ഞേക്കാനോ? ഞാൻ ഇവിടെ നമുക്കൊരു പ്രത്യേകത നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് അത്രയും വാല്യൂ, ക്വാളിറ്റി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. വെറുതെ ഇവിടെ വന്നിട്ട് ഒരാൾ പറ്റിക്കപ്പെടാതെ. കഴിഞ്ഞ 5 വർഷം നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കച്ചവടം ചെയ്യുന്നത്. 5 മിനിറ്റ് നമ്മൾ ഫേക്ക് ആണെങ്കിൽ
5 മിനിറ്റ് നമ്മൾ സത്യസന്ധമായി അല്ല ബിസിനസ് എങ്കിൽ 5 മിനിറ്റ് സോഷ്യൽ മീഡിയ പിടിച്ചിരിക്കാൻ കഴിയില്ല. സത്യം തേച്ചൊട്ടി ചേരൂ. അതെ അറിയാലോ അതിന്റെ പവർ നിങ്ങൾക്ക് അറിയാലോ. അതെ, നമ്മൾ വളർന്നത് സോഷ്യൽ മീഡിയയിലൂടെയാ. അപ്പൊ നമ്മൾ പറയുന്ന വാക്കുകൾ വെറുതെ ഒരു കളത്തിന് വേണ്ടി പറയൂല. അതായത് ഒരു പ്രോഡക്റ്റിലൂടെ നമ്മുടെ 3 സമ്മാനം 3 ഗിഫ്റ്റ് കൊടുക്കും. ഈ 3 ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കണ്ണാടിയിലാണെങ്കിൽ ഗ്ലാസ് അതെ, സാധാരണ ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതിനേക്കാളും നല്ല ഗിഫ്റ്റ് അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 1000 രൂപയുടെ മുകളിൽ ഈ ഗിഫ്റ്റിന് വാല്യൂ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്തേക്കാനല്ലേ 100% ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ പർച്ചേസിന്റെ കൂടെ 1 അല്ല 3 സമ്മാനങ്ങൾ 3 ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളെ ഗിഫ്റ്റ് കാര്യങ്ങള് ഒക്കെ നിങ്ങൾ കണ്ട്. ഇനി നമ്മൾ വീഡിയോ കാണുന്ന നിങ്ങളുടെ പ്രേക്ഷകർക്ക്, കാരണം ഇത്രയും നല്ലൊരു ഉപകാരപ്പെടുന്ന വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്തിക്കുന്നതൊക്കെ പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ നമ്മൾ 5 പേർക്ക് ഈ വീഡിയോ ഒന്ന് കാണുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ലൊരു അഭിപ്രായം നമ്മളെ പറ്റി നല്ലതോ ചീത്തയോ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഒരു അഭിപ്രായം കമന്റ് ചെയ്യുക. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 5 പേർക്ക് നമ്മൾ ഈ നെക്ക് ബാൻഡ് 5 പേർക്ക് നെക്ക് ബാൻഡ് നമ്മൾ ഇവിടുന്ന് അവരുടെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുന്നതായിരിക്കും. നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ 5 പേര് നമ്മളെ കമന്റ് 5 പേര് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് കാണിക്കും. അവരെ അഡ്രസ്സ് അയച്ചു തന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ 5 പേർക്ക് നമ്മൾ ഇവിടുന്ന് ഈ ഒരു നെക്ക് ബാൻഡ് അയച്ചു കൊടുക്കും. അപ്പൊ വീഡിയോ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് മാത്രമല്ല, ഈ വീഡിയോ കാണുന്നവർക്കും പ്രയോജനങ്ങൾക്കും ഉണ്ട് നമ്മളെ മൊബിക്കോന്റെ സമ്മാനം. അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഷവോമിന്റെ കുറച്ച് പ്രീമിയം ഫോൺ കാണിച്ചു തരാം കേട്ടോ. ഷവോമിന്റെ പ്രീമിയം ഫോൺ 1,20,000 രൂപയാണ് ഇതിന്റെ പുതിയ റേറ്റ് കേട്ടോ. 1,20,000 രൂപ ഫോൺ ഷവോമിന്റെ 15 അൾട്ര. ഇതിന്റെ സൂമിംഗ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പുറത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ ചുറ്റളവ് വരെ നമുക്ക് സൂം ചെയ്തെടുക്കാൻ പറ്റും. 4 കിലോമീറ്റർ വരെ സൂമിംഗ് ഈ ഫോണിൽ കിട്ടും. ഷവോമിന്റെ 15 അൾട്ര ഏറ്റവും സൂമിംഗ് ഉള്ള മാർക്കറ്റ് വില എന്തുണ്ട്? 1,20,000 രൂപയാണ് ഇതിന്റെ പുതിയ റേറ്റ്. 1,20,000 രൂപയാണ് പുതിയ വില. കമ്പനി വന്ന ഡെമോ പീസ് ആണ്. 10 മാസം ഇതിന് കമ്പനി വാറന്റി ഉണ്ട്. ശരി, നമ്മൾ കൊടുക്കുന്ന റേറ്റ് 79,000 രൂപയ്ക്ക്. 1,20,000 രൂപയുടെ ഫോൺ നമ്മൾ 79,000 രൂപ കസ്റ്റമർക്ക് കൊടുക്കും. ഇതൊക്കെ ഇത്രയും റേറ്റ് കുറവുള്ളേക്കൊണ്ട് ഏതൊരു സാധാരണക്കാരനും ഈ പ്രീമിയം ഫോണുകളെല്ലാം സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലേക്ക് എത്തിച്ചെടുക്കും. ഇതിനൊക്കെ വേണ്ടി നമ്മളിപ്പോ ഫിനാൻസും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, ഏതാണ്ട് ഒരു 200 കിലോമീറ്റർ ചുറ്റുള്ള എറണാകുളം വരെയൊക്കെ ഉള്ള കസ്റ്റമർക്ക് നമുക്ക് ഫിനാൻസും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ വേറെ സംശയം ചോദിച്ചു. പിന്നെ അതുപോലെ തന്നെ ഷവോമിന്റെ 15 കേട്ടോ, നമുക്ക് കാണിച്ചു തരാം. ഷവോമിന്റെ 15 66,000 പുതിയ റേറ്റ്. ബോക്സ് ഓപ്പൺ ചെയ്തിട്ടില്ല. നമ്മൾ കൊടുക്കുന്ന റേറ്റ് എത്രയാണെന്നറിയോ? എത്രയാണ്? 54. ഷവോമിന്റെ പുതിയ മോഡൽ പൊട്ടിക്കാത്ത ഫ്രഷ് 1 ഇയർ വാറന്റി നമ്മൾ കൊടുക്കുന്ന 54. 12,000 രൂപന്റെ കുറവ്. 12,000 രൂപ വ്യത്യാസം ഒരു ഫോൺ. അത് ഈ 50 ഇത്രയും ചെറിയ ഒരു എമൗണ്ടില്. ഓക്കെ, ഇതിന് സൂമിംഗ് ഒന്ന് ഞാൻ കാണിച്ചു കേട്ടോ. നമ്മൾ ഇവിടെ ഒരു പോയിന്റ് അത് നമ്മൾ സൂം ചെയ്യാൻ പോകട്ടോ. അത് എൻ്റെ ഫ്രണ്ടിന്റെ വീടാട്ടോ. നമ്മളിങ്ങനെ പോയിട്ട് ഇതിന്റെ ക്ലാരിറ്റിക്ക് ഉണ്ട്, ഒരു കുറവും വരുന്നില്ല. ഇപ്പൊ അത് അവന്റെ സൂം ചെയ്ത് ക്ലാരിറ്റി പൊട്ടുന്നില്ല എന്നുള്ളതാണ്. അതെ, ക്ലാരിറ്റി പൊട്ടും. ഇനി ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു 60 എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ആ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഇനി ഇത് സൂം ചെയ്താല് നമുക്ക് കാണാൻ പറ്റും ആ പൈപ്പിന്റെ കോലൊക്കെ. അത് നമ്മളെ കണ്ണോണ്ട് കാണാൻ പറ്റാത്ത സംഭവമാണ്. 60 എത്തിയിട്ടേ ഉള്ളൂ. ഇതിന് 120 സൂമിംഗ് ഉണ്ട്. അതിലെനിക്ക് കാണിച്ചു തരാൻ പറ്റും. ഇവിടെ ലോങ്ങിലൊന്നും ഇല്ല. കാരണം അവിടെ അവന്റെ വീടിന്റെ മുറ്റത്തുള്ള തെങ്ങിന്റെ മോള് തേങ്ങ വലിക്കാനായിട്ടുണ്ടോന്ന് വരെ തേങ്ങ പറിക്കാനായിട്ടുണ്ടോന്ന് വരെ നോക്കാൻ പറ്റുമല്ലേ. ഓൻ ഗൾഫിലാട്ടോ. ഓനാക്കി ഓന്റെ പേര് ഫസൽ എന്നാ. അവനെ വിളിച്ച് പറയാ തേങ്ങ പറിക്കാനായിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമല്ലേ. എന്റെ വീട്ടിൽ തേങ്ങ മൂത്തിട്ടുണ്ട്, പറിക്കാനായിട്ടുണ്ട്, ആളെ വിട്ടോന്ന് പറയാം. ഓക്കെ, ഇവിടെ നിന്ന് അത്രയും ലോങ് ഉള്ള വീഡിയോ നമ്മൾ സൂം ചെയ്ത് എടുത്ത് കേട്ടോ. ഇനി 60 സൂം എത്തിയിട്ടേ ഉള്ളൂ. ഇതിന്റെ 120 മാറ്റാനുണ്ട്. ഇത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് സാധനം സൂം ചെയ്യാനില്ല. ഇത്രയും സൂമിംഗ് പവറുള്ള ക്യാമറ ഉണ്ട് ഈ സാധനം. ഇത് ഒരെണ്ണം, അതായത് നിങ്ങൾ ഉപയോഗിക്കാൻ വെച്ചേക്കുന്നതാണ്, അതായത് ഒരെണ്ണം വിൽക്കാനായിട്ട് വെച്ചേക്കുന്നതാണ്? അല്ല, ഇത് നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത്, ഈ ബൈജൂസ് ടാബിനെ പരിചയപ്പെടുത്തിയത് നമ്മളാ. ശരി. അപ്പൊ ഇതിന് വേണ്ടി നമ്മൾ ഇതിന്റെ ഒരു ടാബിന്റെ ഒരു ലോകം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എവിടെ? ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ. നമുക്ക് നേരെ, അതായത് ഈ ടാബിന്റെ വേറെ കളക്ഷൻ ഉണ്ട്? ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അത് കണ്ടാൽ ഞെട്ടും. ഉറപ്പാണ്? ഞെട്ടിക്കും. ഈ ടാബിന്റെ ലോകത്തിലേക്ക് നമ്മൾ വരാൻ ഞെട്ടിക്കാന്നാ പറഞ്ഞത്. നിങ്ങൾ നോക്കി, ഇതാ ഈ കാണുന്നത് കംപ്ലീറ്റ് ടാബുകളാണ്. നമ്മൾ ടാബ് കണ്ടില്ലേ? ഞാൻ ഞെട്ടി. അതാ, നിങ്ങൾ വന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചൊന്ന് കാണി. കാരണം ഇതിന്റെ വലുപ്പം പ്രേക്ഷകരോട്, നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോടൊന്ന് ഞെട്ടിക്കോ. അതെ,
വെറുതെ പറയുന്നതല്ല. കാരണം ഇത് മുമ്പേ നമ്മൾ 100 കണക്കിന് പീസ് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് വീഡിയോ ചെയ്യും, അപ്പോഴേക്ക് ഈ സാധനം തീർന്നു പോകും. പിന്നെ കസ്റ്റമർ പറയും നിങ്ങൾ വീഡിയോക്ക് വേണ്ടിയിട്ട് കാണിക്കും, നിങ്ങളടുത്ത് എത്തുമ്പോൾ സാധനം ഉണ്ടാവില്ല. ഇനി ഈ സാധനം ഇല്ല എന്നുള്ളൊരു പരാതി ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ടാബ് ഇറക്കി വെച്ചത്. പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ പല കമൻറ്റും വരും, ഇത് അവിടെ അത്ര കിട്ടും ഇവിടെ എത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അതെ, ഇത് ബൈജൂസ് 1 ഇയർ റെന്റിന് കൊടുത്തിരുന്ന സാധനം ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ശരി. അതായത് ഒരു വർഷത്തേക്ക് അവർ റെന്റിന് കൊടുക്കില്ലായിരുന്നു, അത് കഴിഞ്ഞാൽ തിരിച്ച് വാങ്ങിക്കും. ഓക്കെ, അടുത്ത കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി. അതൊക്കെ അവരുടെ പ്ലാനിങ്. പക്ഷേങ്കിൽ നിർഭാഗ്യശാല കമ്പനി ഫ്ലോപ്പ് ആയി പോയി. ഓക്കെ, അങ്ങനെയാണ് ഇത്രയും ക്വാണ്ടിറ്റി സാധനം പുറത്തേക്ക് വന്നത്. ഇത് അവർ അമേരിക്കയ്ക്ക് വരെ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബിൽഡ് ക്വാളിറ്റിയിൽ ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്ത ടാബായിരുന്നു. 30,000 രൂപയ്ക്ക് ഈ ടാബ് അവർ വിറ്റിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ യൂസ് ചെയ്ത ടാബുകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. 4,000-നും 5,000-നും 6,000-നും ഒക്കെ വിറ്റവരുണ്ട്. അതെ, അതിൽ യൂസ്ഡ് ആണ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്നത് കമ്പനി ബോക്സിൽ നിന്ന് എടുത്ത് ഫ്രഷ് ആരും ഉപയോഗിക്കാത്ത സാധനമാണ്. ഫ്രഷ് പീസ് ആണ് കൊടുക്കുന്നത്. ഇത് മുമ്പേ നമ്മൾ 6 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം മാർക്കറ്റിൽ ഈ സാധനം ടൈറ്റായി തീർന്നു. കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത് കിട്ടൂല, ഇതിന്റെ പ്രൊഡക്ഷൻ ഇല്ല. ഇത് നമ്മൾ പുറത്തും ചെയ്യിക്കാൻ നോക്കിയിട്ട് നല്ല പ്രൈസ് വരുന്നുണ്ട്. ഈ 30,000-ലേക്ക് എത്തിയില്ലെങ്കിലും എന്നാലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വിലയ്ക്ക് അല്ല, നല്ല റേറ്റ് ഒന്നും ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി എടുത്തു വെച്ചതും ഇത് ആളുകൾക്ക് അത്രയും ഉപകാരമുണ്ട്. കാരണം ഒരു പഠിക്കുന്ന കുട്ടിക്ക് ഒരു വീട്ടിലേക്ക് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരു പഠിക്കുന്ന കുട്ടിക്ക് ഇത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ഭയങ്കര സൗണ്ട് സിസ്റ്റമാണ്. ഓക്കെ, നല്ല രസമാണ് സൗണ്ട്. ഒരു വീട്ടിലേക്കല്ല ഒരു ക്ലാസ് റൂമിലേക്കൊക്കെ സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന സൗണ്ട് സിസ്റ്റമാണ്. പിന്നെ പഠിക്കുന്ന കുട്ടിക്ക് എന്തുകൊണ്ടും ഇപ്പോൾ ആൻഡ്രോയിഡിന്റെ കാലമാണ്, ഒരു ഫോണില്ലാതെ ഒരു കുട്ടിക്ക് ജീവിക്കാൻ പറ്റൂല. സത്യം, ക്ലാസ് പഠിക്കാൻ പറ്റൂല. അതെ, വീട്ടിലെത്തിയിട്ട് അമ്മേൻ്റെ അച്ഛൻ്റെ ഫോണൊക്കെ ചോദിച്ചിട്ട് അതിന് വാശി, അത് എറിഞ്ഞു പൊട്ടിച്ച്, അങ്ങനത്തെ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നങ്ങ് വാങ്ങിച്ചു കൊടുത്തിരിക്കുകയാണെങ്കിൽ അവർ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ മെയിനായിട്ട് കണ്ണിന് പഠിക്കുന്ന കുട്ടിക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ കണ്ണിന് പ്രശ്നമായിരിക്കും. ദിവസം 1-2 മണിക്കൂർ സമയം അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഫോൺ ആവശ്യം ഉണ്ടാവും. അതെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ടേബിളിൽ അവിടെ വെച്ച് കൊടുത്തിട്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് കീബോർഡും മൗസും കണക്ട് ചെയ്യാം. ഓക്കെ, ഒരു കീബോർഡ് മൗസും വാങ്ങിയിട്ട് ഇതിന് കണക്ട് ചെയ്യാം. അതുകൊണ്ട് എടുത്തിട്ട് കിട്ടോ, അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതൊരു മിനി ലാപ്ടോപ്പ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അതായത് കമ്പ്യൂട്ടറിൻ്റെ ബാലപാഠങ്ങളായ പെയിൻറ്റിങ്, വേഡ്, എക്സൽ ഇതൊക്കെ ഇതിൽ അത്യാവശ്യം ടൈപ്പിംഗ് ഇത് വെറുതെ അവർ കളിച്ച് നടക്കുന്ന സമയത്ത് ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ആവും. തന്നെയല്ല പഠിക്കുന്ന കുട്ടിക്കും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, മാഷിമാർ, ടീച്ചർമാർക്ക് അവരൊക്കെ ഒരുപാട് വാങ്ങിക്കുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇത് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഇതിലാണ് വെച്ച് കൊടുത്തിരിക്കുകയാണെങ്കിൽ നല്ല സൗണ്ട് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഏരിയയിൽ സൗണ്ട് കവർ ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടും, അതായത് പഠിക്കുന്ന കുട്ടികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഒരുപോലെ ഉപകാരമാണ് ഈ ടാബ്. പിന്നെ മറ്റൊരു കാര്യം, ഹോട്ടലുകളിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബില്ലിങ്ങിന് വെക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും. അതപ്പോൾ തന്നെ നമ്മൾ വീട്ടിലറിയപ്പോൾ പ്രായമുള്ളവർക്ക്, വീട്ടിലെ ആളുകൾക്ക് രാവിലെ തന്നെ ഖുർആൻ ക്ലാസ്, കുറേ മതപരമായ കാര്യങ്ങളൊക്കെ ക്ലാസ് കേൾക്കുന്ന ആളുകളുണ്ട് രാവിലെ തന്നെ എണീറ്റിട്ട്. അവർക്ക് മൊബൈലിലേക്ക് നോക്കുമ്പോൾ അവരെ പറഞ്ഞ കാര്യമില്ല, കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ കാണലും കുറവായിരിക്കും, സൗണ്ട് മൊബൈലിൽ കേൾക്കലും കുറവായിരിക്കും. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് എന്ത് ചെയ്യുക, അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ച് കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ പല ആളുകൾ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കുക, പ്രായം ഉമ്മക്ക് അല്ലെങ്കിൽ വലിയമ്മക്ക് വലിയപ്പോൾ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. എത്ര രൂപയ്ക്ക് കൊടുക്കും? 6,900 ആണ് ഇതിന്റെ ഇപ്പോഴത്തെ റേറ്റ്. 6,900. മുമ്പേ നമ്മൾ 6,000-നും 6,500-നും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുക. ഇത് നമ്മൾ ക്വാണ്ടിറ്റി എടുത്തില്ലെങ്കിൽ ഇത് വേറെ സ്റ്റേറ്റിലേക്ക് പോകും. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ക്വാളിറ്റി അറിയുന്നത് കൊണ്ടും ഇത് ഒരു വീട്ടിലേക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കണം എന്തുകൊണ്ട് ഈ ഒരു പ്രൈസിന് ഉള്ള സാധനം ഇതിനുണ്ട്. ആ ഒരു 100% കോൺഫിഡൻറ്റ് ആയിട്ട് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഇത് എടുത്ത്. ഇത്രയും ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി അല്ല കേട്ടോ, അത് വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരാം. ചെറിയ ക്വാണ്ടിറ്റി അല്ല, എന്നാലും ചുമ്മാ ഒരു ഫിഗർ പറയണേ എത്ര ആണായിരിക്കും? 1000-ന് മുകളിലുണ്ട്. 1000-ന് മുകളിലുണ്ട് ഇപ്പൊ നമ്മളത് സ്റ്റോക്ക്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത് നമുക്ക് ഉറപ്പിച്ചു പറയാല്ല, കേരളത്തിൽ ഒരാളുടെ കയ്യിലും, ഇന്ത്യയിൽ ഒരാളുടെ കയ്യിലും ഇത്രയും സ്റ്റോക്ക് ബൈജൂസിന്റെ ടാബ് ഉണ്ടാവത്തില്ല. 100% കോൺഫിഡൻറ്റിൽ പറയാൻ പറ്റും. കാരണം ഇത് അത്രയും ക്വാളിറ്റി ഉണ്ട്. ഇത് ക്വാളിറ്റി ഉള്ള സാധനം. ഇത് നമ്മൾ പറയുന്നത് ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്ത് ചെയ്യണം, സ്കൂൾ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉള്ള ഗ്രൂപ്പിലേക്ക്, അതായത് അധ്യാപകർക്കുള്ള ഗ്രൂപ്പിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇത് വലിയൊരു ഉപകാരം. ഈ ക്വാണ്ടിറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സാധനം കിട്ടത്തില്ല, ഈ പ്രൈസിന് ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ കിട്ടും. ഇങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള ഒരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 15 രൂപ 20 രൂപയുടെ മേളിൽ പോകും. ഒരു 30,000 രൂപ. ഞാൻ പറഞ്ഞില്ല, ബൈജൂസ് ഇത് അമേരിക്കയ്ക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച പ്രൊഡക്റ്റ്, അതുകൊണ്ടാണ്
ഇത്ര ബിൽഡ് ക്വാളിറ്റി ഈ കമ്പനി ഇതിന് കൊടുത്തത്. അതെ, ഒരിക്കലും 6900 ഇന്ത്യ നമ്മൾ ഈ ഒരു സാധനം വാങ്ങിക്കണം, ഒരു ചൈനയുടെ ടാബ് വരെ വാങ്ങിക്കാൻ 5 രൂപ കൊടുക്കണം. അതെ അതെ അതെ, ഞാൻ ഇത്രയും കോൺഫിഡൻസ് പറയാൻ കാരണം വിഷ്വൽ സ്ക്രീൻ ആണെങ്കിലും അടിപൊളി, സൗണ്ട് ആണെങ്കിലും അടിപൊളി. പ്രോഡക്റ്റ് ഒന്ന് വർക്ക് ചെയ്യിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്, ഒരു പീസ് എനിക്ക് വീട്ടിലേക്ക് എടുത്തേക്കുന്ന പറഞ്ഞത് സത്യം. അതെന്തുകൊണ്ടാ പറയാനുള്ള കാരണം ഇതിന്റെ ക്വാളിറ്റി, ഇതിന്റെ വർക്കിംഗ് കേട്ടപ്പോൾ നമുക്ക് ഇത് മനസ്സിലായി. അതെ, അതിനാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ടാബ് നമ്മൾ താഴത്ത് നമ്മൾ മൊബൈലിന്റെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ കൊടുക്കും. ഓക്കെ, ടാബിന് വേണ്ടി മാത്രം നമ്മൾ വേറെ നമ്പറാണ്. താഴെയുള്ള നമ്പറിൽ വിളിച്ചാൽ കിട്ടുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. കാരണം നമുക്ക് 10,000 കോൾ വരെ ഒരു ദിവസം കയറുന്നുണ്ട്. പറ്റുന്നില്ല. നമുക്ക് IVR സിസ്റ്റം ഒക്കെ അടുത്ത 10-ാം തീയതിയോടുകൂടി ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, IVR സിസ്റ്റം വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ കിട്ടുന്നില്ല പരാതി നമ്മൾ മാറ്റും. അപ്പോൾ ടാബിന് വേണ്ടി ഒരു പ്രത്യേക നമ്പർ കൊടുക്കുക. ഇതിൽ വിളിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ടാബ് കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ആയിട്ട് എത്തിച്ചേരും. അതെ, ഒറ്റ പൈസ നമുക്ക് കൊറിയർ ചാർജ് ആവശ്യമില്ല, നമ്മൾ ഫ്രീ ആയിട്ട് വീട്ടിലേക്ക് എത്തിച്ചേരും. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു രക്ഷിതാവ് ഒരു കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ മക്കൾ വേണ്ടിയിട്ട് എന്തൊക്കെ പൈസ ചിലവാക്കുന്നത് തന്നെയല്ല, മൊബൈൽ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ അവർ ഇത് ഏത് രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. എനിക്കുണ്ട് 9ാം ക്ലാസ് പഠിക്കുന്ന മോനുണ്ട്, ഫോൺ കയ്യിലാക്കി കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു പേടിയാണ്, എന്തൊക്കെ ആക്കിയാലും ഉപയോഗിക്കുക. ഏതൊരു രക്ഷിതാവുണ്ടാകുന്നൊരു പേടിയ സ്വഭാവം. നേരെ മറിച്ചിട്ട് ഇതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫോൺ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് അവർ വൃത്തിക്ക് ഉപയോഗിക്കുകയും ചെയ്യും. അവരുടെ കണ്ണിനുള്ള കംപ്ലൈൻ്റ് ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാനും പറ്റും. കാരണം വലുപ്പത്തിൽ കാണുന്നതും കൊണ്ട് അവർ ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് ഇത് കയ്യിൽ പിടിക്കേണ്ട ആവശ്യവും വരുന്നില്ല. ദൂരത്തിൽ ഇരുന്നിട്ട് കാണുന്നത് കൊണ്ട് കണ്ണിനുള്ള കംപ്ലൈൻറ്റ്, ചെറിയ കുട്ടികൾക്ക് മൊബൈൽ യൂസ് ചെയ്താൽ ഭയങ്കര പ്രശ്നമാണ്. അതെ, നല്ലൊരു ശതമാനം ഇത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെയാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നത് 6,900. അപ്പോൾ വരേണ്ടത് കൊടുവള്ളി മൊബിക്കോ. ഇനി ഇവിടേക്ക് വരാൻ പറ്റാത്ത ആളുകൾ നേരെ നമ്മളെ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുക, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ എവിടെ ഒരു ദിവസം കൂടി സാധനം നമുക്ക് എത്തിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ഏത് പ്രായക്കാർക്കും അത്യാവശ്യമുള്ളൊരു സാധനമാണ് ഒരു സ്മാർട്ട് ടാബ്. അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഈ ഒരു ടാബ്. ബ്രോ, അപ്പോൾ ലാപ്ടോപ്പിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് വിലയും കാര്യങ്ങളൊക്കെ? ഈ ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് ഐഫോണ്, ലാപ്ടോപ്പ്, മാക്ബുക്ക്, ടാബ്, ഐപാഡ് ഇതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാണ്. പക്ഷെ ഇതിന്റെ സോഫ്റ്റ് ലോഞ്ച് ആണ് ഇപ്പൊ നടന്നത്. ഇനി ഒക്ടോബർ 10-നാണ് ഇതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം വരുന്നത്. ഓഫറുകളായിട്ടായിരിക്കും വരുന്നത്. താഴെ നമ്മൾ ഓണത്തിന്റെ ഓഫർ സ്റ്റാർട്ട് ചെയ്ത ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. നമ്മളിപ്പോ ഈ ഫോൺ എടുക്കുന്ന അല്ലെങ്കിൽ ടാബ് എടുക്കുന്ന ആളുകൾക്കുള്ള ബാക്കിയുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് 7 പേർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ മൊബിക്കോ കൊടുക്കുന്ന 7 പേർക്ക് ഗോൾഡ് കോയിൻ. ഓരോ പർച്ചേസിന്റെ കൂടെ നമ്മൾ ഒരു കൂപ്പൺ കൊടുക്കും. നമ്മളെ ഓഫർ കംപ്ലീറ്റ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ല. ഓരോ പർച്ചേസിന്റെ കൂടെ ഷുവർ ആയിട്ടുള്ള 3 ഗിഫ്റ്റ് ഉണ്ടാവും. അതിനുശേഷം ഒരു കൂപ്പൺ ഉണ്ട്. ആ കൂപ്പൺ നമ്മൾ 7 പേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് 7 ഗോൾഡ് കോയിൻ നമ്മൾ കൊടുക്കും. അതൊക്കെ ലൈവായിട്ട് ചെയ്യുന്നതാണ്. കൊടുക്കുന്ന കാണിക്കും, വ്യക്തിക്ക് കൊടുക്കുന്നത് നമ്മൾ കാണിക്കും. അതേപോലെ തന്നെ 10 ഫാമിലി നമ്മൾ തിരഞ്ഞെടുത്തിട്ട് നല്ലൊരു അടിപൊളി റിസോർട്ട് കൊണ്ടുപോയിട്ട് 1 ഡേ സ്റ്റേ 10 ഫാമിലിക്ക്. പിന്നെ 1ാം സമ്മാനമായിട്ട് ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ, ഈ 3 സമ്മാനങ്ങൾ നമ്മൾ ഇതിന് പുറമേയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗംഭീര ഓഫറുകളാണ്. 10-ാം തീയതി ഇതിന്റെ ഇത് കണ്ടതല്ല, ഇനി 10-ാം തീയതി ഇതിനപ്പുറത്തേക്കായിരിക്കും ഇത് മാറാൻ പോകുന്നത്. ഈ പറഞ്ഞ ഐപാഡ്, ഐഫോൺ എല്ലാം പൊട്ടിച്ചിട്ടുള്ള പ്രൈസിനായിരിക്കും നമ്മൾ കൊടുക്കുക. ഐഫോണൊക്കെ ഏറ്റവും പ്രൈസ് കുറച്ചിട്ട് എവിടെ കിട്ടും എന്ന് വെച്ചാൽ മൊബിക്കോ എന്നുള്ള പേര് പറയുന്ന തരത്തിലേക്ക് എത്തിക്കും. നമ്മൾ അത്രയും ഗംഭീരം. ഇപ്പൊ നമ്മളിവിടെ കുണ്ടക്കൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. മാക്ബുക്കും ലാപ്ടോപ്പൊക്കെ ഇങ്ങനെ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത്യാവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒക്ടോബർ 10-ാം തീയതിക്ക് ശേഷം നമ്മളെ ഇപ്പൊ ഈ ബൈജൂസിന്റെ ഒക്കെ ടാബ് കാണിച്ച് നമ്മളെ ഞെട്ടിച്ച പോലെ ആപ്പിൾ പ്രോഡക്ട്സ് നമ്മളെ ഞെട്ടിക്കാനായിട്ട് വരും. ഇനി ഐഫോണിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഐഫോൺ 17 256 കേട്ടോ. പുതിയ റേറ്റ് തന്നെ 83 ആണ്. നമ്മൾ കൊടുക്കുന്നത് 74. 9 രൂപ വ്യത്യാസം. 9 രൂപയുടെ വ്യത്യാസം. അത് നിങ്ങൾക്ക് റേറ്റ് എല്ലായിടത്തും അന്വേഷിച്ച് നോക്കാം. പൊട്ടിക്കാത്ത പീസ് നമ്മൾ പൊട്ടിച്ചിട്ട് സെക്കൻഡ് ആക്കിയിട്ട് 74 സെക്കൻഡ് ആക്കിയിട്ട് 74 രൂപയ്ക്ക് കൊടുക്കും. 83 രൂപയുടെ സാധനം. അതെ, ഐഫോൺ 15 ഒക്കെ ഉണ്ട് 16 ഒക്കെ 49 രൂപ. ജസ്റ്റ് യൂസ്ഡ് പീസ് കേട്ടോ. ജസ്റ്റ് യൂസ്ഡ് പീസ് 49. 13 ഉണ്ട്. ഐഫോൺ 13 ഉണ്ട് 38. ഐഫോൺ 13 കൊടുക്കുന്ന റേറ്റ് 38. അങ്ങനെ അത്യാവശ്യം ഐഫോണിന്റെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന്. ഐഫോണായിട്ടാണ് നമ്മൾ മുകളിലേക്ക് നേരത്തെ പറഞ്ഞില്ലേ. അതെ, നമ്മളെ ഉടനെ ഒക്ടോബർ 10-ന് ഞെട്ടിക്കുന്ന ഓഫർ ആയിട്ട് ഞെട്ടിക്കുന്ന കളക്ഷനുമായിട്ട് ഐഫോൺസ് ഒക്ടോബർ 10 വരും.